പ്രിയ സ്നേഹിതരെ, ആത്മവിശ്വാസക്കുറവുള്ള സ്വയം സംശയിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് മനഃശാസ്ത്രത്തിലൊരു പേരുമുണ്ട്, ഇമ്പോസ്റ്റർ സിൻഡ്രം ഉള്ളവർ. സ്വന്തം കഴിവിലും സാമർത്ഥ്യത്തിലും അവർക്ക് അത്ര ഉറപ്പ് പോരാ. അങ്ങനെയുള്ളവർ അവരുടെ സാധ്യതകളും നേട്ടങ്ങളും അവഗണിച്ച് കളയും. ആത്മബലമില്ലാത്തവരെന്നും അയോഗ്യരെന്നും സ്വയം വിലയിരുത്തും. അവരുടെ യഥാർത്ഥ മൂല്യവും വിലയും അവരെ തന്നെ ബോധ്യപ്പെടുത്താനാ പ്രയാസം. സ്വന്തം കുറവുകൾ ഓർത്ത് നിരന്തരം പരിതപിക്കും. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ പോലും ഏറ്റെടുക്കാനുള്ള മനോബലം അവർക്കുണ്ടാകില്ല. അത് മോശയെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. എല്ലാവരും അവനെ ഒരു ധീര നേതാവായിട്ടാണ് പരിഗണിക്കുന്നത്. അതെ, സാഹസികമായി പലതും അവൻ ചെയ്യുന്നുണ്ട്. ഭൂമിയിലെ ഏറ്റവും ശക്തനായ ഫറവോയുടെ മുമ്പിൽ നിന്ന് വാദിച്ചവൻ, ഇസ്രായേൽ ജനത്തെ അടിമത്തിൽ നിന്ന് രക്ഷിച്ച് ചെങ്കടൽ ഭേദിച്ച് കൊണ്ടുപോയവൻ, സിനായ് മലയിൽ നിന്ന് 10 കൽപ്പനകൾ സ്വീകരിച്ചവൻ, ദൈവവുമായി മുഖാമുഖം സംസാരിക്കാൻ ഭാഗ്യമുണ്ടായവൻ. അതൊക്കെ വാസ്തവമായിരിക്കുമ്പോഴും ആ ജീവിതത്തിനൊരു മറുപുറം കൂടിയുണ്ടെന്നേ. കത്തുന്ന മുൾപടർപ്പിനെ സാക്ഷി നിർത്തി കർത്താവ് ലളിതവും വ്യക്തവുമായിട്ട് അവനോട് പറഞ്ഞത് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാനാ. അടിച്ചു മാറ്റിയ ചെരുപ്പ് തിരികെ ധരിച്ച് തനിക്ക് വേണ്ടി ഫറവോയോട് സംസാരിക്കാനാ. ദൈവം വിളിച്ചപ്പോൾ അവനതിനാദ്യം തയ്യാറായില്ലെന്നതാ സങ്കടം. 2 കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, ലോകത്തിലെ ഏറ്റവും ശക്തനായ ഫറവോയെ അഭിമുഖീകരിക്കുവാൻ അവന് താല്പര്യമില്ലായിരുന്നു. രണ്ടാമതായി, ഇസ്രായേൽ ജനം തന്നെ വിലമതിക്കുമെന്നും അവൻ കരുതിയില്ല. സ്വയം അയോഗ്യനെന്ന് കരുതി പിന്മാറാൻ ആഗ്രഹിച്ചവനാ മോശ. ദൈവം വിളിക്കുമ്പോൾ അവന് 80 വയസ്സാണ്. അയാൾക്ക് വളരെ പ്രായമായെന്നും ഏൽപ്പിച്ച കടമ വളരെ ബുദ്ധിമുട്ടാണെന്നും തോന്നിയാൽ നമുക്കെങ്ങനെ അയാൾ കുറ്റപ്പെടുത്താനാകും? മാനുഷിക കാഴ്ചപ്പാടിലും അവനാ നിയോഗം ഏറ്റെടുക്കാൻ യോഗ്യനൊന്നുമല്ല. ഒരു ഈജിപ്തുകാരനെ കൊന്ന് ബിരുവിനെപ്പോലെ നാട് വിട്ടവനാ. അതുകൊണ്ട് തന്നെ അവൻ ഫറവോയുടെ ശത്രുവും ഇസ്രായേൽ ജനത്തിന് നിന്ദാപാത്രവുമാണ്. സ്വന്തം കുറവുകൾ ഇങ്ങനെ വിറങ്ങലിച്ച് നിന്നപ്പോൾ ദൈവം പറഞ്ഞൊരു മറുപടിയുണ്ട് മോശയോട്, ഐ വിൽ ബി വിത്ത് യു. ഏതൊരുവനും ആത്മവീര്യമുണ്ടാക്കാൻ ഉതകുന്ന അഷുറൻസാ ഈ ഒരു വാക്ക്. ദൈവം കൂടെയുണ്ടെന്നേ. ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ ദെൻ ഐ കനോട്ട് ഫെയിൽ. എനിക്ക് ഇത് ചെയ്യാനാകില്ല എന്ന് മോശ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തരം ഇതാ, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് കഴിയില്ല, പക്ഷേ എനിക്ക് കഴിയും. ദൈവത്തിൻ്റെ ശക്തിയും മോശയുടെ ബലഹീനതയും ചേർന്നപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് പുറപ്പാട് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ഹിസ് പവർ ആൻഡ് അവർ വീക്ക്നെസ്. എനിക്ക് കുറവുണ്ടെന്നതിന് മനുഷ്യൻ ഏറ്റു പറയുമ്പോൾ ദൈവം പറയുന്നത്, നിൻ്റെ കുറവ് അവിടെ ഇരുന്നു കൊള്ളട്ടെ, എനിക്ക് കരുത്തുണ്ടെന്ന. മനുഷ്യരുടെ കുറവുകളിൽ ദൈവത്തിൻ്റെ കരുത്ത് നിറയുമ്പോഴാണ് അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആമേൻ.